بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد قال النبي صلى الله عليه وسلم من لم يرحم صغيرنا ولم يقر كبيرنا فليس منا. ഇമാം തുർമുദി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും വലിയവരെ ആദരിക്കാത്തവരും ബഹുമാനിക്കാത്തവരും എൻ്റെ ചര്യയിൽ നിന്ന് പുറത്താണ്. റസൂലുള്ളാഹിന്റെ ചര്യയാണ് ചെറിയ മക്കളോട് കാരുണ്യം കാണിക്കുക. അതുകൊണ്ടാണ് ഒരു പെരുന്നാൾ ദിവസം പള്ളിയിലോട്ട് പോകുന്ന മുത്തുനബി കുട്ടികളൊക്കെ കളിച്ചിരിക്കുമ്പോൾ ഒരു കുഞ്ഞൻ മാത്രം കളിക്കാതെ, അതല്ലെങ്കിൽ ആ കുട്ടികൾ കളിയിൽ കൂട്ടാതെ തനിച്ചിരുന്ന് കരയുന്ന പ്രാകൃത രൂപത്തിലുള്ള കുട്ടിയെ കണ്ടപ്പോൾ ചോദിച്ചു വിവരങ്ങൾ. ബാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത കുടുംബങ്ങളില്ലാത്ത ആ കുട്ടിയുടെ വിവരം അറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, അതർലാ നകൂന അബാക്ക്, ഞാൻ നിന്റെ ബാപ്പയാകുന്നത് നിനക്ക് ഇഷ്ടാണോ എന്ന് ചോദിക്കുന്നു. ഐഷ ബീവി നിന്റെ ഉമ്മയാകുന്നത് ഇഷ്ടാണോ? ഹസനൈനി നിന്റെ സഹോദരങ്ങളാകുന്നത് മോനിക്ക് തൃപ്തിയാണോ എന്ന് ചോദിക്കുന്നു. ലോകം മുഴുവനും കൈക്കൊമ്പിളിലേക്ക് വന്നൊരു നിമിഷം ആ കുട്ടിക്ക് സന്തോഷം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു ആനന്ദം. റസൂലുള്ളാഹിന്റെ റഹ്മത്ത് അങ്ങനെയാണ്. വീട്ടിലേക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഹസനൈനി റളിയല്ലാഹു അൻഹുമായുടെ പെരുന്നാളിന്റെ പുതുവസ്ത്രങ്ങൾ കുട്ടിക്കുടുപ്പിച്ചു കൊടുത്ത് മുത്തുനബിയുടെ കൈയും പിടിച്ച് രാജകീയമായി മദീനയിൽ മസ്ജിദുൻ നബവിയിലേക്ക് പോയി. ചെറിയ മക്കളോട് കാരുണ്യം കാണിക്കണം, ചെറിയ മക്കളോട് സ്നേഹം കാണിക്കണം, അവരെ വാരിപ്പുണരണം. ചെറുപ്പത്തിൽ അവർക്ക് നമ്മൾ സ്നേഹം കൊടുത്താൽ വലുപ്പത്തിൽ ആ സ്നേഹം തിരിച്ചു കിട്ടും. നമ്മൾ പ്രായമാകുമ്പോൾ ആ കുട്ടികളിൽ നിന്ന് സ്നേഹം തിരിച്ചു കിട്ടും. വലിയവരെ ആദരിക്കണം, ബഹുമാനിക്കണം. സ്വന്തം ഉമ്മ രോഗിയായി കിടക്കുമ്പോൾ ആ ഉമ്മാക്ക് ചികിത്സ ആവശ്യമാകുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത മക്കൾ, ആ ഉമ്മയെ പരിഗണിക്കാത്ത മക്കൾ. ഉമ്മ നല്ല ആരോഗ്യവതിയാണ്, ബാപ്പ നല്ല ആരോഗ്യവാനാണ്, പക്ഷേ ബാപ്പാക്ക് കൊടുക്കേണ്ട ബഹുമാനം, ഉമ്മാക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാത്ത മക്കൾ. അവരനുഭവിക്കാൻ പോകുന്നത് അവരുടെ സ്വന്തം മക്കളിൽ നിന്ന് ഭാവിയിൽ അവർക്ക് ഇതേപോലെ അതല്ലെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് പ്രയാസമാകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് മുത്ത് റസൂലുള്ളാഹിന്റെ ചര്യയാണ് മുതിർന്നവരെ ആദരിക്കലും ബഹുമാനിക്കലും ചെറിയ മക്കളോട് കരുണ കാണിക്കലൊക്കെ. അതൊക്കെ തന്നെയാണ് മുത്തനബിന്റെ ചര്യ. സുന്നത്തുകൾ ധാരാളം പതിവാക്കുമ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ അമാന്തം കാണിക്കാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ ശഫാഅത്തിന് പോലും തടസ്സമായി പോകും ഉമ്മാന്റെ ബാപ്പാന്റെ അവരെ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ. അതുകൊണ്ട് മുതിർന്നവരെ ആദരിക്കാനും ബഹുമാനിക്കാനും ചെറിയവരോട് കാരുണ്യം കാണിക്കാനൊക്കെ വിശാല മനസ്സ് നമുക്കുണ്ടാകണം. റസൂലുള്ളാഹിന്റെ ചര്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചര്യ അതാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ ചര്യ അനുസരിച്ച് ജീവിക്കാനും അവിടത്തെ കൊണ്ട് വിജയിക്കാനും അവിടുത്തെ ഇഷ്കിലായി ജീവിച്ച് അതേ ഇഷ്കിലായിട്ട് മരിച്ചു പിരിയാനും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും.